പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSC പരീക്ഷയ്ക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാവുന്ന വനനിയമങ്ങളെ കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മടിക്കല്ലേ. ദേശീയ വനം വന്യജീവി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വിശദമാക്കുന്ന വകുപ്പ്. സെക്ഷൻ 5C, സെക്ഷൻ 5, സെക്ഷൻ 5B, സെക്ഷൻ 5. ശരിയുത്തരം സെക്ഷൻ 5C. താഴെ തന്നിരിക്കുന്നതിൽ ശരിയേത്? ശരിയുത്തരം ABCD ഇവ ശരിയാണ്. താഴെ പറയുന്നതിൽ ഏതിനെല്ലാമാണ് വന്യജീവി സങ്കേതത്തിലേക്ക് പ്രവേശനാനുമതി നൽകാൻ കഴിയുന്നത്? A. ഫോട്ടോഗ്രഫി, B. വിനോദസഞ്ചാരം, C. ശാസ്ത്രീയ ഗവേഷണം. ശരിയുത്തരം ABC എന്നിവയ്ക്ക്. 1927 ഇന്ത്യൻ വനനിയമത്തിൽ റിസർവ്ഡ് ഫോറസ്റ്റിനെ പറ്റി വിശദീകരിക്കുന്ന അധ്യായം. അധ്യായം 1, അധ്യായം 2, അധ്യായം 3, അധ്യായം 4. ശരിയുത്തരം അധ്യായം 2. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷെഡ്യൂളുകൾ എത്ര? 4, 5, 7, 3. ശരിയുത്തരം 4. 1927 വനനിയമപ്രകാരം സർക്കാരിന്റെ നോട്ടിഫിക്കേഷൻ പ്രാദേശിക ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് പരസ്യപ്പെടുത്താൻ 31-ാം വകുപ്പനുസരിച്ച് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ ആര്? ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ, ജില്ലാ കളക്ടർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, വനം വകുപ്പ്. ശരിയുത്തരം ജില്ലാ കളക്ടർ. 1980 ഇന്ത്യൻ വനസംരക്ഷണ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? A. വനഭൂമി വികസന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് തടയുക. B. നിയമപരമല്ലാത്ത ഉപയോഗം തടയുക. C. വനത്തെ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുക. ശരിയുത്തരം ABC ഇവ മൂന്നും. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ശരിയുത്തരം 1, 2, 3 ഇവ ശരി. 1927 വനനിയമത്തിന്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതിൽ ഏതാണ്? A. വനങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളുടെ ക്രോഡീകരണം. B. വനവിഭവങ്ങളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. C. മരത്തടികൾ, വനവിഭവങ്ങൾ എന്നിവയുടെ ഡ്യൂട്ടി ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ശരിയുത്തരം ABC എന്നിവ. 1927 വനനിയമത്തിൽ 64-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനവിഭവങ്ങളുടെ സംരക്ഷണം, വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം, വനവിഭവങ്ങളുടെ കയറ്റുമതി, വില്ലേജ് ഫോറസ്റ്റിന്റെ സംരക്ഷണം. ശരിയുത്തരം വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം. പ്രോജക്ട് ടൈഗറിൽ പെരിയാർ വന്യജീവി സങ്കേതം ഉൾപ്പെട്ട വർഷം? 1972, 1973, 1075, 1978. ശരിയുത്തരം 1978. വന്യജീവി സങ്കേതങ്ങളുടെ സംരക്ഷണം എന്നത് ഏതു വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 18B, സെക്ഷൻ 18A, സെക്ഷൻ 19, സെക്ഷൻ 20.
ശരിയുത്തരം സെക്ഷൻ 18A. പ്രത്യേക ഇനത്തിൽപ്പെട്ട മരങ്ങളുടെ സംരക്ഷണം, ക്വാറി ഖനനം, സംരക്ഷിത വനപ്രദേശങ്ങളിലേക്കുള്ള നിയന്ത്രണം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിന് അധികാരം നൽകുന്ന 1927 വനനിയമ വകുപ്പ്. സെക്ഷൻ 34, സെക്ഷൻ 27, സെക്ഷൻ 36, സെക്ഷൻ 30. ശരിയുത്തരം സെക്ഷൻ 30. ദേശീയ വന്യജീവി സങ്കേതങ്ങളുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വകുപ്പേത്? സെക്ഷൻ 35, സെക്ഷൻ 36, സെക്ഷൻ 34, സെക്ഷൻ 37. ശരിയുത്തരം സെക്ഷൻ 35. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് റിസർവ്ഡ് വനം എന്നതിൽ ഉൾപ്പെടുത്താൻ കഴിയുക? പൊതുസ്വത്തിൽ ഉൾപ്പെടുന്ന വെസ്റ്റാൻഡ് ഗവൺമെന്റിന്റെ കൈവശമുള്ള വനവിഭവങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ ഭാഗം എയും ബിയും ഏമാത്രം? ശരിയുത്തരം എയും ബിയും. കന്നുകാലികൾ എന്നത് നിർവചിച്ചിരിക്കുന്ന വന്യജീവി സംരക്ഷണ നിയമം 1972 വകുപ്പ്? സെക്ഷൻ 215, സെക്ഷൻ 218A, സെക്ഷൻ 2.7, സെക്ഷൻ 2.12. ശരിയുത്തരം സെക്ഷൻ 218. കേസുകൾ വിചാരണ ചെയ്യുന്നതിൽ ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസർക്ക് ഏത് കോടതിക്ക് തുല്യമായ അധികാരമാണുള്ളത്? ക്രിമിനൽ കോടതി, ട്രിബ്യൂണൽ, ജില്ലാ കോടതി, സിവിൽ കോടതി? ശരിയുത്തരം സിവിൽ കോടതി. പിഴകളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും വിശദീകരിക്കുന്ന 1927 വനനിയമത്തിലെ അധ്യായം? അധ്യായം 7, അധ്യായം 4, അധ്യായം 10, അധ്യായം 9. ശരിയുത്തരം അധ്യായം 9. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ 3-ാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്നതേത്? മൃഗങ്ങൾ, സസ്തനികൾ, പ്രത്യേക ഇനം ചെടികൾ, പക്ഷികൾ? ശരിയുത്തരം പ്രത്യേക ഇനം ചെടികൾ. 1980 വനസംരക്ഷണ നിയമത്തിലെ 3B വകുപ്പുമായി ബന്ധപ്പെട്ട് ശരിയായത്? ശരിയുത്തരം ഈ വകുപ്പ് ബന്ധപ്പെട്ട അധികാരികൾ വനഭൂമി തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പറയുന്നു. ഫോറസ്റ്റ് സെറ്റിൽമെന്റ് ഓഫീസറുടെ അധികാരം വിശദമാക്കുന്ന ഇന്ത്യൻ വനനിയമം 1927 വകുപ്പ്? സെക്ഷൻ 8, സെക്ഷൻ 7, സെക്ഷൻ 9, സെക്ഷൻ 6? ശരിയുത്തരം സെക്ഷൻ 8. പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആരംഭിച്ച വർഷം? 2003, 2013, 2005, 2015? ശരിയുത്തരം 2013. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എ. 1927 വനനിയമത്തിലെ 38-ാം വകുപ്പ് ഉടമകളുടെ ആവശ്യപ്രകാരം വനങ്ങൾ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. ബി. ഒന്നിലധികം ഉടമകളുണ്ടെങ്കിൽ 2 ആളുകളുടെ സമ്മതത്തോടുകൂടി അപേക്ഷ നൽകേണ്ടതാണ്. സി. അപേക്ഷ കളക്ടർ മുൻപാകെ നൽകേണ്ടതാണ്. ശരിയുത്തരം ABC ഇവ ശരിയാണ്. ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.